10 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ കാക്കകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനൊരുങ്ങി കെനിയ. 2024 അവസാനത്തോടെ കാക്കകളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് കെനിയൻ സർക്കാർ അറിയിച്ചത്. രാജ്യത്തെ ജനങ്ങൾക്ക് പൊതുശല്യമായി മാറിയ ഇന്ത്യൻ ഹൗസ് ക്രോസ് എന്ന കാക്കകളെയാണ് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ല ഇവയെന്നും കാക്കകളുടെ സാന്നിധ്യം പ്രാദേശിക പക്ഷികളുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നതെന്നും കെനിയ വൈൽഡ് ലൈഫ് സർവീസ് വിഭാഗം അറിയിച്ചു. കാക്കകളുടെ ശല്യം അസഹനീയമായെന്ന് തീരദേശത്തെ ഹോട്ടലുടമകളും കർഷകരും നിരന്തരം പരാതി പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു വന്നതെന്ന് വൈൽഡ് ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ചാൾസ് മുസിയോക്കി പറഞ്ഞു. ആക്രമണകാരികളായ ഇന്ത്യൻ കാക്കകൾ പൊതുശല്യമായെന്നും മറ്റ് പ്രാദേശിക പക്ഷികളെ ഇവ ഉപദ്രവിക്കുന്നുണ്ടെന്നും കെനിയൻ വൈൽഡ് ലൈഫ് സർവീസ് പ്രതിനിധികൾ പറഞ്ഞു. കെനിയയുടെ തീരപ്രദേശത്തെ പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കാക്കകൾ ഭീഷണിയായിരിക്കുകയാണ്. ഈ പക്ഷികളുടെ എണ്ണം കുറയാനും കാരണം കാക്കകളാണ്. കാക്കകൾ ഈ പക്ഷികളെ കൂട്ടത്തോടെ ഉപദ്രവിക്കാറുണ്ടെന്നും അവയുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കാറുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു. 1940കളിലാണ് ഹൗസ് ക്രോസ് കിഴക്കൻ ആഫ്രിക്കയിലേക്ക് എത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കെനിയയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്കും ഇവ ചേക്കേറുകയായിരുന്നു. ഇവ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമോ എന്ന ആശങ്കയിലാണ് വിദഗ്ധർ ഇപ്പോൾ. കെനിയയിലെ ടൂറിസം മേഖലയ്ക്കും കാക്കകൾ ഒരു ഭീഷണിയായി തീർന്നിട്ടുണ്ട്. ഹോട്ടലുകളിൽ വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം കാക്കകൾ കൂട്ടത്തോടെ എത്താറുണ്ടെന്നും സഞ്ചാരികൾക്ക് ശല്യമായി മാറുന്നുണ്ടെന്നും ഹോട്ടലുടമകൾ പറഞ്ഞു. കാക്കകൾ തങ്ങൾക്കും ശല്യമാണെന്ന് കെനിയയിലെ കർഷകരും പറഞ്ഞു. ഇവ തങ്ങളുടെ വിളകൾ നശിപ്പിക്കുന്നുണ്ടെന്നും കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ ആക്രമിക്കുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു. ഇതാദ്യമായല്ല കെനിയൻ സർക്കാർ കാക്കകളെ കൂട്ടത്തോടെ കൊല്ലാൻ മുന്നോട്ടു വരുന്നത്. 20 വർഷം മുമ്പ് സമാനമായ നടപടി സർക്കാർ കൈക്കൊണ്ടിരുന്നു. എന്നാൽ സാഹചര്യവുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാനുള്ള കഴിവ് കാക്കകളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിക്കുകയായിരുന്നു.